നമസ്കാരം. ഇന്ന് നമുക്കൊരു ഫ്രഞ്ച് ഓക്ക് ബാറിൽ അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ ഒരു വിസ്കി ഏജ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതൊരു 3 ലിറ്ററിൻ്റെയാണ്. ഫ്രഞ്ച് ഓക്ക് ബാറിൽ അമേരിക്കൻ ഓക്ക് ബാറിനെ അപേക്ഷിച്ച് വില അല്പം കൂടുതലായിരിക്കും. എന്നാൽ സ്പിരിറ്റിന് ഡ്രൈ ഫ്രൂട്ടിൻ്റെ മണവും സ്പൈസി നോട്ട്സും ഒക്കെ കിട്ടുന്ന ഈ കോംപ്ലക്സ് ആയിട്ടുള്ള വിസ്കി ഉണ്ടാക്കാൻ ഫ്രഞ്ച് ഓക്ക് തന്നെയാണ് നല്ലത്. അമേരിക്കൻ ബാറിൽ പൊതുവെ വാനില നോട്ട്സ് ഇച്ചിരി കൂടുതലായിരിക്കും. എന്നാൽ ഏജിങ്ങിന് ഫ്രഞ്ച് ഓക്കിന് അല്പം കൂടുതൽ സമയം വേണ്ടി വരും. എന്നാൽ വളരെ ആകർഷകമായിട്ടുള്ളൊരു നിറവും മണവും രുചിയും ഒക്കെ കിട്ടാൻ ഈ ബാറിൽ വേണം. അതുകൊണ്ട് തന്നെ താരതമ്യേന മാർക്കറ്റിൽ ഇതിൻ്റെ സാധാരണ ഒരു ബാറിൽ അമേരിക്കൻ ബാറിലിൻ്റെ അപേക്ഷിച്ച് ഇരട്ടി വില കൂടുതൽ കൊടുക്കേണ്ടി വരും. സ്റ്റേവ് എന്നറിയപ്പെടുന്ന പലകൾ കൊണ്ടാണ് ഈ ബാറിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റേവുകൾ തമ്മിൽ അല്ലെങ്കിൽ ഈ പലകൾ തമ്മിൽ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആണി അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ലീക്ക് ഉണ്ടാവാറുണ്ട്. സാധാരണ വെള്ളം നിറച്ച് കുറച്ച് ദിവസം വെച്ചിരുന്ന് കഴിയുമ്പം ആ ലീക്ക് തന്നെത്താനെ പോവുക ചെയ്യുന്നത്. അതായത് തടി തമ്മിൽ ഒന്ന് വികസിച്ച് കഴിയുമ്പം വെള്ളം ചെന്ന് വികസിച്ച് കഴിയുമ്പം ഈ ഗ്യാപ്പ് അങ്ങ് അടയുകയും ചെയ്യും. അതോടെ ലീക്ക് നിൽക്കുകയും ചെയ്യും. നമുക്കിനി ഇതിനകത്തോട്ട് അല്പം ചൂട് വെള്ളം നിറച്ച് നോക്കാം. ഏകദേശം 3 ലിറ്ററോളം വെള്ളം നമ്മൾ ഇതിനകത്ത് നിറയ്ക്കുകയാണ്. ബാറിൽ ചെറിയ രീതിയിലുള്ള ചോർച്ചയുണ്ട്. ഏതായാലും ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എന്ന് കരുതിയിരിക്കുന്നു. ബാറിൻ്റെ ചോർച്ചയൊക്കെ തീർന്നു. ഇനിയിപ്പം നമുക്ക് വിസ്കി ഏജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വിസ്കി ഏജ് ചെയ്യുന്ന വീഡിയോ പിന്നീടുള്ള എപ്പിസോഡിൽ കാണിക്കാം. താങ്ക്സ്.